മോർണിംഗ്. അപ്പോൾ ഇന്ന് മാർച്ച് 10-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇന്ന് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. 2025 എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഈ ഒരു ദിവസം വരെ ഞാൻ കാത്തിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ ഫസ്റ്റ് വീഡിയോ ഇതായിരിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. എൻ്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് വയ്ക്കുക, എൻ്റേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടൊരു വീട് വയ്ക്കാൻ. കാറിൽ വെച്ചതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്, അത് ട്രൈപോഡ് വീഴുപോയതാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നോണം വീട് പണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷം മുന്നേ ഒരു പ്ലോട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ പ്ലോട്ടിൽ കുറേ ഒന്നുമില്ല കേട്ടോ, 5 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ടൗണിൽ തന്നെയാണ്. അപ്പം നമുക്ക് പോയി വരാനുള്ള എന്താണ് ടൗണിൽ തന്നെ ഒക്കെ ആകുമ്പം നമുക്ക് പോകാനും വരാനൊക്കെ സൗകര്യമാണ്. ശിശുവേണ്ട വീട് എന്ന് പറയുന്നത് ചെറുപ്പയാണ്, ഒന്ന് പറയട്ടെ. അപ്പോൾ കുറച്ച് ദൂരമായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു സ്ഥലമൊക്കെ വാങ്ങി. ഇപ്പോൾ അവിടെ വീട് പണി ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് താഴ്ന്ന ഭൂമി ആയതുകൊണ്ട് നമുക്കിങ്ങനെ എന്തായിരുന്നു അതിന് പറയുക, ശിശുപേട്ട പില്ലറിലാണ് വീട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പം നമുക്ക് ടാങ്കിൻ്റെ ഇതും കോളമല്ല എന്താ അതിൻ്റെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കോൺട്രാക്ടർക്ക് അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അതാണ് ഇന്നത്തെ വ്ളോഗ്. വാവയ്ക്ക് അത് ഇഷ്ടമായിരുന്നു. വാവ ഒരു കോക്കനട്ട് മിഠായി ഉണ്ടായിരുന്നു, രാവിലെ തന്നെ അതാണ് തിന്നത് അല്ലേ വാവേ? പാലും കുടിച്ചു, അതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അത് ഇനിയും വേണമെന്ന് പറയാണ്. വേദു ഒരു ഹായ് പറഞ്ഞേ, ആന്റിമാർക്ക് അങ്കിൾമാർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേ. കുട്ടിക്ക് തന്നെ കുറവാണ്. ഓക്കെ ടാറ്റ. കുട്ടി ടാറ്റ പറഞ്ഞു പോയി, ഈ അമ്മ കാരണം. അപ്പൊ ശരി. അപ്പോൾ ഞങ്ങള് യാത്രയിലാണ്. വീടിന്റെ സ്ഥലത്തിന്റെ ഭൂമി പൂജയും തറക്കല്ലിടൽ ചടങ്ങൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേഗം തിരിച്ചിട്ട് വാ. അപ്പോഴേക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ നമ്മുടെ ലാൻഡിലെത്തും. അങ്ങനെ നമ്മുടെ പ്ലോട്ടിൽ ആദ്യമായിട്ട് ഭൂമി പൂജ ചെയ്യാണ്. ഫെബ്രുവരി 7-ാം തീയതി ആയിരുന്നു. അതായത് കുംഭം തുടങ്ങുന്നതിന് മുൻപ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി പൂജയും കുറ്റിയടിയും തറക്കല്ലിടലും എല്ലാം ഇതാന്ന് പറഞ്ഞ മാതിരിയായിരുന്നു. പെട്ടെന്നായിരുന്നു കേട്ടോ എല്ലാം കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് മാറി മാറി കുറ്റിയടിക്കുകയാണ്. ഞാനും ശിശുബേണ്ണും മക്കളും എൻ്റെ അമ്മയും ശിശുബേണ്ണ അമ്മയും അങ്ങനെ എല്ലാവരും മാറി കുറ്റിയടിച്ചു. സുന്ദരേട്ടനായിരുന്നു കുറ്റിയടി ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ നെയ്ബറാണ് കേട്ടോ. അപ്പം ചെറുപ്പം മുതലേ എന്നെ എടുത്തു വളർത്തിയ ഒരാളാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. സുന്ദരേട്ടൻ തന്നെ നമുക്ക് ഈ ഒരു ചടങ്ങ് ചെയ്തു തരാനുണ്ടായല്ലോ, അപ്പോൾ അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ തറക്കല്ലിട്ടത് 9-ാം തീയതി ആയിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പം തന്നെ. ഞാൻ പറഞ്ഞല്ലോ എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭംഗിയായിട്ട് നമ്മൾ വിചാരിച്ചതിലും നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യം നമ്മൾ സ്വർണം വെക്കുമല്ലോ, അപ്പോൾ ആദ്യം സ്വർണം വെക്കുകയാണ് ചെയ്തത്. പിന്നെ അതിന് ശേഷം തറക്കല്ലിടുക, ആദ്യത്തെ ഒരു തറക്കല്ലിട്ടു. ഇത് നമ്മളൊരു ചടങ്ങ് പോലെ ചെയ്തതാണ്. കാരണം പില്ലറിലാണ് നമ്മൾ വീട് വയ്ക്കുന്നത്. ഈ ഭൂമി കുറച്ച് താഴ്ന്നിട്ടാണ്, അപ്പോൾ അതുകൊണ്ട് പില്ലറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചോട്ടൂനെ നമ്മൾ എന്ത് ചെയ്താലും അതുപോലെ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണല്ലോ. അപ്പോൾ ചോട്ടൂനെ കണ്ടിട്ടാണല്ലോ ചെറിയ കുഞ്ഞാവയും പഠിക്കുന്നത്. അപ്പോൾ 2 പേരും കൂടെ നമ്മൾ ചെയ്ത അതേ ചടങ്ങെല്ലാം അവരും ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺട്രാക്ടർ ഷാനുവേട്ടൻ. അപ്പോൾ ഷാനുവേട്ടൻ മണ്ണിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മുടെ പ്ലോട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇന്നത്തെ വ്ളോഗിലേക്ക് നമുക്ക് പോവാം. അപ്പം നമ്മുടെ പ്ലോട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു 100-150 മീറ്റർ ആ ഒരു ഗ്യാപ്പേ ഉള്ളൂ കേട്ടോ സ്ഥലത്തേക്ക്. അപ്പോൾ അത് ഭയങ്കര സുഖമാണ് ആക്സസ് ഒക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലോട്ട്. എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്നുള്ളത്. ആദ്യം ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, ഒരു തറവാടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ പൊളിച്ചിട്ടാണ് ഇവിടെ പ്ലോട്ട് ലെവൽ ചെയ്തു. പ്ലോട്ട് ലെവൽ ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ ഇപ്പം പണിയെല്ലാം തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയായി നമ്മുടെ വർക്ക്. ഇവിടെ ഒരു വീടായതിനു ശേഷം വീഡിയോ ഒക്കെ ചെയ്ത് ഡ്രീം കം ട്രൂ എന്ന് പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് കുറച്ച് മുന്നേ ആയാലും കുഴപ്പമില്ല. നിങ്ങളോട് എൻ്റെ എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാറുണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നവരും ഒക്കെയാണ് എൻ്റെ ചുറ്റിലും ഉള്ളത്. അപ്പം നിങ്ങളോടിത് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം മാത്രമേ ഉള്ളൂ.
പക്ഷേ അതൊരു സർപ്രൈസ് പോലെ വീടായതിനു ശേഷം കാണിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നതും പിന്നെ ശിശുവേണ്ട അച്ഛന് സുഖമില്ലാതാവുന്നതും പിന്നെ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതും അങ്ങനെ എല്ലാം കൂടെയായിരുന്നു. അപ്പോൾ ആ സമയത്തൊന്നും വിചാരിച്ച സമയത്ത് നമുക്ക് വീട് പണിയൊന്നും തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മൾ വിചാരിച്ച മാതിരി ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നുകൊള്ളണമെന്നില്ല. ഇത് നമ്മുടെ നെയ്ബർ മഹേഷേട്ടനാണ്, നമ്മുടെ ഓപ്പോസിറ്റ് തന്നെയാണ് മഹേഷേട്ടൻ്റെ വീട്. നല്ലൊരു നെയ്ബറെ നമുക്ക് കിട്ടി എന്നുള്ളതിലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചെറിയ വാവ ഫുള്ള് ചോട്ട് ഓടി കളിക്കുന്നത് കൊണ്ട് ചെറുതിനും അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന് ചോട്ടുചേട്ടനെ പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കോൺട്രാക്ട് ഷാനുവേട്ടൻ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അപ്പം ഷാനുവേട്ടൻ നമ്മളെ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യുന്നതുകൊണ്ട് കുറേ സമാധാനമാണ്. കാരണം നമ്മൾ കുറച്ച് ദൂരെ ആയതുകൊണ്ട് ഡെയിലി വന്ന് നോക്കാനൊന്നും പറ്റാറില്ല. അപ്പം ആൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കി നമുക്ക് ചെയ്തു തരുന്നത്. കിട്ടിയ സമയം കൊണ്ട് മെറ്റലിൽ കയറി ഇരുന്നിട്ട് മെറ്റലിൽ കളിക്കുകയാണ്. എറിഞ്ഞിട്ടും തലയിലിട്ടിട്ടും ഒക്കെ കളിക്കുന്നുണ്ട്. ഇവർ 3 പേരും ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് കാഴ്ച കാണുന്ന സമയത്തെ ഞാനും എൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ കാണുമായിരുന്നു. ഒരു സ്വപ്നം നമ്മൾ അല്ലേ, ഒരു സ്വപ്നത്തിന് തുടക്കം എന്നോണം നമ്മൾ തുടക്കം കുറിച്ച് വെച്ചതേ ഉള്ളൂ. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. പെട്ടെന്ന് വീടും കാര്യങ്ങളൊക്കെ ആവുന്നതും ആവാതിരിക്കുന്നതും ഒക്കെ. ചിലപ്പം പൈസ ഒരുപാടുണ്ടെങ്കിലും നമ്മൾ വിചാരിച്ച സമയത്ത് വീട് പണി തീർക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഇത് അനിയേട്ടൻ്റെ അസോസിയേറ്റ്സ് ആണ് നമ്മളെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സൈനിങ് ഔട്ട്. Bye.